സുധിയേട്ടന്റെ നീലമുടി വെട്ടാൻ പോവുകയാണ്. അത് തന്നെയാണ് നമ്മുടെ ചലഞ്ച്. മുടി വെട്ടാ. നമുക്ക് അവന്റെ അഭിപ്രായം ചോദിക്കാം. എന്ത് പറയുന്ന കണ്ടാ നീ നിന്റെ മുടി? എല്ലാവരും എല്ലാരും കണ്ടോളും. ഇതിപ്പോ ഇന്നത്തോടെ തീരുന്നതാണ്. അപ്പൊ ഗൈസ്, അപ്പൊ ഞാൻ പറയട്ടെ. അപ്പൊ നമ്മളിന്ന് നമ്മുടെ സുധിയേട്ടൻ എത്തിയിട്ടുണ്ട്. മെമ്പർ സുധിയേട്ടൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്നുള്ളത് നമ്മുടെ മെമ്പർ സുധിയേട്ടൻ പറഞ്ഞു കൊടുക്കും. സുധിയേട്ടൻ 2 വാക്ക് പറയൂ. എന്താണ് പറയൂ. എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇവിടെ ഇന്ന് വിദ്യാർത്ഥിയെ മനുഷ്യരൂപത്തിലാക്കാൻ പോകുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. പാരിക്കിത് അവസരം തിരിച്ചിട്ടിരിക്കുകയാണ്. സുധിയേട്ടനാണ് ഉദ്ഘാടനം ചെയ്യാൻ. ചെറുതായിട്ടൊന്ന് മുഖം പോയിട്ടുണ്ട്. ഇപ്പൊ സന്തോഷം. എന്റെ അടിമയുടെ മുടി എനിക്കനെ വെട്ടണമെന്നുള്ളതിലേക്ക് നമ്മൾ ഇത്രയും കാലം കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുകയാണ് ഗായ്സ്. നമ്മളിതാ ഇവന്റെ മുടി ഗൈസ്, കണ്ണൻ ഇപ്പോഴും ഉണ്ടാതിരിക്കുന്നില്ല. അല്ലെങ്കിൽ തിയേറ്ററിലും ദേശീയഗാനം വരുമ്പോ ഇങ്ങനെ ഫുൾ സംസാരമാണ്. പിന്നെ ബീച്ചിൽ കയറുന്നില്ല. ഒട്ടും സമയം കളയുന്നില്ല. ഇതാണ് മുടി വെച്ചാണ്. നോക്ക് നീല മാത്രം കെട്ടി നോട്ടാ. ബ്ലാക്ക് കട്ടിയല്ല. ഞങ്ങൾക്ക് മാത്രം ബ്ലൂ മാത്രം ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായി സോണിയുടെ അവസരമാണ്. അവിടെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞു. ഇപ്പൊ ഒരു മനുഷ്യ പോലെ പായസം ഇവിടെ കൊടുക്കാദ്യം. പായസം വന്നിട്ടുണ്ട്. ഓരോ ഗ്ലാസ് പായസം കുടിച്ചതിന് ശേഷം പായസം വെച്ചിട്ടുണ്ട്. സിദ്ധുവാണ് കട്ടിയാൻ പോകുന്നത്. ഞാൻ നിങ്ങളെ പോലെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് അങ്ങനെ അടിമയുടെ മുടി കണ്ണാ വൃത്തിയേടാവും അങ്ങനെ ആക്കി കഴിഞ്ഞാ. നീല മാത്രമേ പോളൂ. വെട്ടാ ഫിനിഷ്. പോയി. യെസ് നൈസ് ഗൈസ്. നമ്മുടെ അടിമയുടെ മുടി ഓൾമോസ്റ്റ് ഒരേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വൃത്തിയുള്ള അടിമയായി മാറാൻ വേണ്ടി ഇതാ മുടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റാണ് കാര്യങ്ങൾ. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഗൈസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വെട്ടിക്കോ. കുറച്ചുകൂടെ ഉള്ളൂ.
ഒതുങ്ങിയിരിക്കേ 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 ഗൈസ് ഓൾമോസ്റ്റ് എല്ലാ മുടിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് പ്രോപ്പർലി അങ്ങനെ നമ്മുടെ അൺബോക്സിംഗ് സീസർ ഹെയർ കട്ടിംഗ് സീസർ അല്ലാത്തതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. എന്നാലും ഗൈസ് ഓൾമോസ്റ്റ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയെ കാണാനില്ല, അമ്മ അകത്തേക്ക് പായസം കൊണ്ടാക്കാൻ പോയിട്ട് വന്നിട്ടില്ല. എന്തായാലും അമ്മ ഹാപ്പിയാണ് ഗൈസ്. സോണി ഹാപ്പിയല്ലേ? ആര്യ ഹാപ്പിയല്ലേ? കഴിഞ്ഞു ഓൾമോസ്റ്റ് ആയി. ഒതുങ്ങിയിരിക്കടാ കണ്ണാ. ഏകദേശം സൈഡിലേക്ക് പോയിക്കൂടെ ഇനി നമുക്ക് എന്താ ചെയ്യാൻ സിദ്ധു ഇനി അഴിച്ചുവിട്ട് ഞാൻ ബാക്കി പോയി വെട്ടിക്കോളും. അതിന് നമുക്ക് സമാധാനപൂർവ്വം വെട്ടാം. ഓടണം. അടിക്കണം സിദ്ധു കുറെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അഴിക്കണോ? എന്താ ചെയ്യാന്ന് പോലും നമുക്കറിയില്ല. അവന്റെ റിയാക്ഷൻ കണ്ട് നല്ല പേടിയുണ്ട് guys. അടി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനത് കൊള്ളുന്നത് നിങ്ങൾ ആലോചിക്കണം. അവന്റെ മുടിയെല്ലാം സിദ്ധു പിന്നെ ഫുള്ളായിട്ടില്ല. ഫുള്ളായിരിക്കണ്ട, കുറച്ചായിട്ട് നമുക്ക് ഓർഡർ ഗ്യാപ്പ് വേണം. ഓർഡർ ഗ്യാപ്പ് വേണം. പൈസ ഇല്ലേ? പ്രതീക്ഷിച്ച റെസ്പോൺസ് അല്ല ഗൈസ്. ഞാൻ എന്റെ ചെറിയ പല്ല് പൊന്നാവെന്ന് വിചാരിച്ചിരുന്നു ഗൈസ്. പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല. എന്നോട് സ്നേഹം കൊണ്ടാണ്. കല്ലെടുത്തു. നല്ലതല്ലേ? അവന്റെ വീടിന്റെ അകത്തേക്ക് പോയി ഞാൻ നേരെ എന്റെ മുഖത്തേക്ക് വന്നിട്ട് എന്റെ പല്ല് ചെറുതാക്കുന്നു വിചാരിച്ചു. പക്ഷെ അത് അകത്തേക്ക് കയറി പോകുന്നു ഗൈസ്. വാതിലടച്ചു. ഗൈസ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല റെസ്പോൺസ് ഉള്ളത്. നോക്കാം, എന്നിട്ട് കണ്ടില്ലെങ്കിൽ പോയി തുറക്കാൻ നോക്കാം. വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ തുറന്നിട്ടില്ല. നോക്കാം, കുറച്ച് നേരം ആയത്.